പിടിക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾക്കൊപ്പം മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേക ഐറ്റം കൂടി ഞാൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. ഇവരിങ്ങനെ വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളും വീക്ഷണങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിലും അവർ ഈ പള്ളിമുറ്റത്ത് വരുമ്പോഴും മലപ്പുറത്ത് നിൽക്കുന്ന സമയത്തും ഒക്കെ അവർ ഒരുമിച്ച് ഒരേ കരളോടുകൂടി ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ. ഇവരെ തമ്മിൽ അടുപ്പിച്ച് നിർത്തുന്ന അല്ലേ, അവരെ ചേർത്ത് പിടിച്ച് നിർത്തുന്ന ഒരു വലിയ ഘടകമുണ്ട്. അത് മലപ്പുറത്തിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യമാണ്. ആ സാംസ്കാരിക പാരമ്പര്യത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മലപ്പുറത്തുകാർക്കും പാട്ട്. അത് മാപ്പിളപ്പാട്ടിൻ്റെ ഈരടിയുണ്ട്, ഒപ്പം തന്നെ സിനിമാ പാട്ടുകളും അവർ പാടും. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മലപ്പുറത്ത് വലിയങ്ങാടിയിൽ വലിയ പള്ളിക്ക് സമീപത്താണ്. ഞാൻ 2-3 പേരെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. വളരെ വ്യത്യസ്തമായ മനുഷ്യരാണ്. അതിലൊരാളുടെ പേര് അദ്ദേഹത്തിൻ്റെ പേര് ഇവർ പരിചയപ്പെടുത്തും. നംഷാദിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും കൂടുതൽ നിർത്താതെ മാപ്പിളപ്പാട്ട് പാടി ഒരു റെക്കോർഡ് കയ്യിലുണ്ട്. 5 ലോക റെക്കോർഡുള്ള ഒരു താരം നമ്മുടെ ഈ മലപ്പുറത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. അദ്ദേഹമാണ് നംഷാദ്. എന്തൊക്കെയാ 5 എണ്ണം വളരെ പെട്ടെന്ന് പറഞ്ഞേ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ്, APJ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്. ഓക്കെ, ഒന്ന് കുറച്ച് മുമ്പ് താങ്കളുടെ മനോഹരമായ മുഖം പ്രേക്ഷകർക്ക് കാണണം എന്ന് ഞങ്ങളുടെ PCR എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് നിമിഷാദ്. പക്ഷേ ചെറിയൊരു ലജ്ജയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറും. പക്ഷേ നമുക്ക് 5 വേൾഡ് റെക്കോർഡുമായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മൾ കാണുന്നത്. എന്തിനായിരുന്നു റെക്കോർഡ്? 3 മണിക്കൂർ തുടർച്ചയായി മാപ്പിളപ്പാട്ട് പാടി. 3 മണിക്കൂർ തുടർച്ചയായിട്ട് മാപ്പിളപ്പാട്ട് പാടി എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ പോലും പോയില്ല, ഫ്രീ ആയിട്ട് പാടിക്കൊണ്ടേയിരുന്നു 3 മണിക്കൂർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3 മണിക്കൂർ ഇടവേളകളില്ലാതെ പാട്ട് പാടി. അത് മാപ്പിളപ്പാട്ട് പാടി റെക്കോർഡിട്ട കക്ഷിയാണ് നിമിഷാദ് അല്ലേ. ഒരു വരി ഒന്ന് പാടിയാലോ? ആ വരി പാടുന്നതിനോടൊപ്പം ഞാൻ 2 പേരെ കൂടി പരിചയപ്പെടുത്താം. ഒന്ന് നമ്മളുടെ ഷമീർ. ഇവിടുത്തെ ഒരു ട്രിപ്പിൾ ഡ്രം വാദകനാണ് അല്ലേ. ഞാൻ പഠിച്ച ആളൊന്നല്ല, പ്രോത്സാഹനം കൊണ്ട് വായിക്കല്. ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല? ഒരിക്കലും. ഇത് വാങ്ങിച്ചതാണോ അതോ ഉണ്ടാക്കിയെടുത്താണോ? അല്ല, വാങ്ങിച്ചത് തന്നെയാണ്. എത്ര കാലത്തെ പഴക്കമുണ്ട് ഇതിന്? ഇതിനെന്തായാലും ഒരു 8-9 വർഷം. അപ്പം കല്യാണത്തിൽ നിന്നൊക്കെ ഒരുമിച്ചിരുന്ന് പാട്ട് പാടും? തീർച്ചയായും. അല്ല, ശാസ്ത്രീയമായി പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ താളബോധമുണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്. എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവരുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ആണ് ഈ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ വലിയൊരു ഉത്സവ അന്തരീക്ഷമായിരിക്കും. നമ്മുടെ മനസ്സ് നിറഞ്ഞായിരിക്കും നമ്മൾ. അപ്പൊ കല്യാണ തലേന്ന് ചില വീടുകളിലൊക്കെ ഈ മുട്ടിപ്പാട്ടെന്നാ പറയുന്നത് അല്ലേ? ഇത് മുട്ടിപ്പാട്ടുണ്ട്. പിന്നെ അല്ലാതെ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് പാടി, അതായത് ഹാർമോണിയം വെച്ചിട്ട് പാടും. അപ്പൊ നമ്മൾ ആ പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കാൻ പോവാണ്. നമ്മൾ ഹാരിസ് അല്ലേ, ഹാരിസ് എന്ത് ചെയ്യുന്നത്? ഹാരിസ് ബിസിനസ് ആണെങ്കിലും ബിസിനസിനേക്കാൾ നല്ല താളബോധമുണ്ട് പാട്ടിൽ അല്ലേ. നല്ല പാട്ടുകാരനാ അല്ലേ? തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ ഇന്ന് ഹാരിസും നിംഷാദും നയിക്കുന്ന മലപ്പുറം വലിയങ്ങാടിയുടെ ഓർക്കസ്ട്രയാണ് നമ്മുടെ ഈ പ്രഭാത പരിപാടിയുടെ പ്രത്യേക അട്രാക്ഷൻ. മുട്ടിപ്പാട്ട് ഇശൽക്കൂട്ടം മലപ്പുറം എന്നാണ് അതിന്റെ പേര്. ഇവരൊക്കെ അതിന്റെ കൂട്ടത്തിലുള്ളവരാണോ? അപ്പൊ എല്ലാവരും ഇശൽക്കൂട്ടമാണ്. അപ്പൊ നോക്കൂ, ഇശൽക്കൂട്ടം, ഇശൽ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം പാട്ട്, ഈണം അല്ലേ. അപ്പം ഈണമുള്ള മനുഷ്യർക്കൊപ്പമാണ് നമ്മൾ ഈ പ്രഭാത പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സമയം ഒട്ടും വൈകിപ്പിക്കുന്നില്ല, വാർത്തകൾ വരുന്നുണ്ട്. ആ വാർത്തകളിലേക്ക് നമ്മൾ കടക്കാം. നമ്മൾ നിംഷാദിന്റെ ആ റെക്കോർഡ് കിട്ടിയ പാട്ടിലെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ നിംഷാദ്. അപ്പം മുട്ടിപ്പാട്ടുമായി ട്രിപ്പിൾ ഡ്രമ്മുമായിട്ട് ഷമീർ, കൂടെ പാടാൻ ഹാരിസ്, നമ്മളെല്ലാവരും ഇശൽക്കൂട്ടം അല്ലേ. നമ്മുടെ പേര് ഇതിന്റെ പേരെന്താ? ടൈമർ എന്നാ പറയാ. നമ്മുടെ പേര് ഷെരീഫ്. അപ്പൊ ടൈമറുമായിട്ട് ഷെരീഫ് ഉണ്ട്. അപ്പൊ ഇശൽക്കൂട്ടത്തിലെ ആളുകൾ നോക്കൂ, കൊച്ചു ചെറുപ്പക്കാർ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വലിയ കൂട്ടമാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുകളൊക്കെ ഉണ്ട്, പക്ഷെ പാട്ടിന്റെ കാര്യത്തിൽ ഒറ്റ ഈണമേ മലപ്പുറത്തിനുള്ളൂ അല്ലേ. സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും കാര്യത്തിലും ഒറ്റ നിലപാടേ ഉള്ളൂ. അങ്ങനെ ഈണമുള്ള മനുഷ്യരുടെ ഇശൽ പാട്ട് അല്ലേ, ഇശൽ കൂട്ടത്തിന്റെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. നിമിഷാദേ തുടങ്ങിക്കോ. 1 2 3. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി. ഹാത്തിമുൻ നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച്, കണ്ട നേരം കൽബിനുള്ളിൽ മോഹമോദിച്ച്, കച്ചവടവും കഴിഞ്ഞ് മുത്ത് റസൂലുള്ള വന്ന്, കല്യാണാലോചനയ്ക്കായി ബീവി തൂനിഞ്ഞ്. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി, മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി.
ശുഭം. നമ്മൾ ഒരു നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നാട്ടുകൂട്ടങ്ങൾ, വലിയ പാട്ടൊന്നും പഠിച്ചിട്ടില്ലാത്ത മനുഷ്യരെ, ശാസ്ത്രീയമായ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഒരാൾ മാത്രമേ അത് ശാസ്ത്രീയമായിട്ട് പാട്ട് പഠിച്ചിട്ടുള്ളൂ അല്ലേ? ബാക്കി എല്ലാവരും ഈ നാടിൻ്റെ പ്രോത്സാഹനത്തിൽ താളം കണ്ടെത്തിയ മനുഷ്യരാണ്. അപ്പോൾ അത് മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ മലപ്പുറത്തിൻ്റെ ഒരു ഒപ്പാണ് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചത്. നമുക്ക് ചില വാർത്തകളിലേക്ക് കൂടി പോകണം. ആ വാർത്തകളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു പാട്ട് കൂടെ കേൾക്കണ്ടേ അല്ലേ? എല്ലാവരും അഭ്യർത്ഥന മാനിച്ച് അല്ലേ, 1 2 പാട്ടാവാം അല്ലേ? അപ്പൊ ഇന്ന് നോമ്പുകാലമാണെങ്കിൽ നമ്മൾ പാട്ടിന്റെ കാര്യത്തിൽ ഒരു കുറവ് വരുന്നില്ല. ഏത് പാട്ട് വേണമെങ്കിൽ പറഞ്ഞ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങുമ്പോൾ ബാബുരാജിന്റെ ഈണം നിങ്ങൾക്ക് ഏത് തെരുവിൽ പോയാലും കേൾക്കാം എന്ന് കേൾക്കുന്നുണ്ട്. മലപ്പുറത്ത് അങ്ങനെ ഒരു ഈണം ഉണ്ടോ? മാപ്പിളപ്പാട്ടിന്റെ അല്ലേ? അപ്പൊ മലപ്പുറത്ത് വന്നാലും ഉണ്ട്. ഇവിടെ സമീർ ബിൻസി ഇവിടെ നിന്നുള്ളതാണ്, മലപ്പുറത്ത് നിന്നുള്ള ആളാണ് സമീർ ബിൻസി. അതേ ഷഹബാസ് മലപ്പുറത്ത് നിന്നുള്ള ആരാണ്, ഷഹബാസ് അമ്മൻ. അതുപോലെ അനവധി ആളുകളെ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയിലും സംഗീത മേഖലയിലും മലപ്പുറം സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, അപ്പൊ ആ ഇടിമുഴക്കം പോലെ ഒരു മനോഹരമായ പാട്ടും കൂടി നമ്മൾ പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു. അപ്പൊ നമ്മൾ മരം എന്ന സിനിമയിലെ ദേവരാജൻ മാഷിന്റെ മനോഹരമായ സംഗീത സംവിധാനത്തിൽ ചിട്ടപ്പെടുത്തിയ യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ അല്ലെ, 14 പൊളി. തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ, തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ, മാരനൊരാ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ, മാരനൊരാ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ, തനതിന്ത താനതിന്ത താനിന്തോ, താനിന്ത താനതിന്ത താനിന്തോ, താനതിന്ത താനതിന്ത തിന്തിന്നോ, താനിന്ത താനിന്ത താനിന്നോ. 14 രാവുദിച്ചത് മാനത്തോ, കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ, കണ്ണാടി കവിളത്തോ. 14 രാവുദിച്ചത് മാനത്തോ, കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ, കണ്ണാടി കവിളത്തോ, രാവുദിച്ചത് മാനത്തോ, കല്ലായി കടവത്തോ. നോക്കൂ, നമ്മൾ ഈ മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, ഈ വലിയ ചൂടൊന്നും നമ്മൾ ഒട്ടും അറിയുന്നില്ല എന്നുള്ളതാണ്. ആ മനുഷ്യരുടെ സ്നേഹത്തിൻ്റെ തണലിൽ നിൽക്കുന്ന ഒരു നാടാണ് മലപ്പുറം എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ വേണം. അപ്പോൾ ഒരു കാര്യം കൂടി പ്രേക്ഷകരുമായിട്ട്, നമ്മൾ ഇനി ഇവരിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവും. കാര്യം ഇവരുടെ പാട്ടും ഇവരുടെ സ്നേഹവും അതൊക്കെ നമ്മളെ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു വികാരമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല.